ഹായ് മക്കളെ, നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പഠിച്ചത്? ഏത് ലെറ്റർ വരെയാ പഠിച്ചത്? എൽ വരെ പഠിച്ചു. നീ എന്താണ് എം എം എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. സ്ലേറ്റ് പെൻസിലൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരുന്നണം കേട്ടോ. എം എങ്ങനെ എഴുതുന്നതെന്ന് കാണിച്ചു തരാവേ. ഇതാണ് എം. ഇതെന്താണ്? ഉറക്കെ എല്ലാരും പറഞ്ഞേ, ഇതെന്താ മക്കളെ? എം. ഇത് എം എഴുതാൻ പാടുണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല. നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ലാൻഡിംഗ് ലൈൻ, അതായത് ചെരിച്ചു വരച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ കൂടെ തന്നെ താഴോട്ട് ഇങ്ങനെ വരച്ചു. നമ്മൾ എ നമ്മൾ എങ്ങനെ എഴുതിയത്? ഇങ്ങനെയല്ലേ എഴുതിയത്? അതേപോലെ തന്നെ ഉള്ളൂ. കണ്ടോ? ഇങ്ങനെ വരച്ചു. പിന്നെ അതേപോലെ ഒരു എ. ഇപ്പൊ രണ്ട് എ നോക്കിയേ, ഇത് കണ്ടോ? ഇതാണ് എം. ഈസി അല്ലേ? എ എഴുതാൻ എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടില്ലേ? അപ്പോ എം എഴുതാൻ വളരെ ഈസിയാണ്. നമ്മൾ എ എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതി അല്ലേ? ഇങ്ങനെ എഴുതി. അപ്പൊ ആ എയുടെ തന്നെ താഴോട്ട് എഴുതുക. ഇവിടെ ഒരു ഇങ്ങനെ നടുക്ക് വരയ്ക്കരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതിനോട് ചേർത്തി തന്നെ എന്ത് ചെയ്യുക? ഒരു എയും കൂടെ എഴുതുക. അപ്പൊ എന്തായി? എം. ഈസി അല്ലേ? നോക്കിയേ, എം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ രണ്ട് എ. കണ്ടോ? എയുടെ നടുക്കത്തെ വര ഇല്ലാതെ എഴുതിയാ മതി. ഇപ്പൊ കണ്ടില്ലേ എം എഴുതാൻ എന്ത് ഈസി അല്ലേ? കണ്ടോ? എം. ഇതാണ് എം. എല്ലാരും സ്ലേറ്റും പെൻസിലും എടുത്തോ. എടുത്തോ? എന്നിട്ട് എഴുതിക്കേ. നമ്മൾ എ എങ്ങനെ എഴുതിയത്? ആദ്യമേ ഇങ്ങനൊരു വര വരച്ചല്ലേ? അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഒരു വര വരച്ചു. അത് കഴിഞ്ഞ് എം എഴുതുമ്പോ എന്ത് ചെയ്യുക? പിന്നെയും ഒരു എയും കൂടെ ഇങ്ങനെ വരയ്ക്കുക. അത്രേ ഉള്ളൂ. നടുക്കത്തെ ചിഹ്നം ഇങ്ങനത്തെ ഉള്ളത് വേണ്ട. ഏത് ഞാൻ പറയുമ്പോൾ നിങ്ങള് ഇങ്ങനെ ഉദ്ദേശിക്കും, അങ്ങനെ വേണ്ട കേട്ടോ. ഈ വര ഇല്ലാതെ വേണം നമ്മൾ എഴുതാൻ. നോക്കിക്കേ, ഒന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ചേർച്ച് വരച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇങ്ങോട്ട് വരച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇങ്ങനെയാണ് എം എഴുതുക. നിങ്ങൾക്ക് ഈസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ട് എ നമ്മൾ എഴുതുന്ന പോലെ തന്നെ എഴുതിയാൽ അതെന്തായി? എം ആയി. മക്കൾ എഴുതിക്കേ, നോക്കിക്കേ. ആദ്യം ഇങ്ങനെ എഴുതിയല്ലേ? ആദ്യമേ നിങ്ങൾ ഇങ്ങനെ എഴുതി. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഒന്നും കൂടെ അത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്തായി? എം ആയി. ഇത് എന്താണ്? എം. എം ഫോർ മങ്കി, മഗ്. അങ്ങനെ പല വേർഡ്സ് ഉണ്ട്. നമുക്ക് അതൊക്കെ പിന്നെ പഠിക്കാം കേട്ടോ. ആദ്യമേ ലെറ്റേഴ്സ് പഠിക്കാം. അപ്പൊ ഇത് എന്തായി? എം. എം എന്ന് എല്ലാവരും ഉറക്കെ പറഞ്ഞേ, എം. എന്നിട്ട് ഒരു 2 പ്രാവശ്യം എഴുതിക്കേ. എം, 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 എം. എം എഴുതാൻ എല്ലാരും പഠിച്ചോ? ഈസി ട്രിക്ക് ആയിട്ട് പറഞ്ഞു തന്നില്ലേ? അത്രേ ഉള്ളൂ മക്കളെ. പഠിക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും എഴുതി പഠിക്കണേ. ബൈ.